നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ പൂ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലിപ്പോൾ ഓണക്കല്ല വരുന്നത്. അപ്പോൾ മിക്ക ആളുകളും ഇവിടെ വന്നിട്ടാണ് പൂവൊക്കെ വാങ്ങി പോകുന്നത്. നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ വന്ന് പൂവൊക്കെ ഒന്ന് കാണാം, അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വന്നതാണ്. നമ്മളെ കൂടെ ട്രെയിനിൽ ഇങ്ങനെ പൂ വാങ്ങിക്കാനായിട്ട് വന്ന ഒന്ന് രണ്ട് ടീമിനെയൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. ട്രെയിനിന് വന്നു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. 2-3 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. 150 രൂപയ്ക്കാണ് കേട്ടോ ചില ഓട്ടോക്കാർ ചോദിക്കുന്നത്. 100-120 രൂപയ്ക്കൊക്കെ കൊണ്ടുവിട്ട് തരുന്നവരും ഉണ്ട്. ഞങ്ങൾ രാവിലത്തെ ട്രെയിനിന് വന്നതാണ് കേട്ടോ. കുറ്റിപ്പുറത്ത് നിന്ന് 6:30 എടുക്കുന്ന ട്രെയിനാണ് വന്നത്. ഇവിടെ 11 മണിയാകുമ്പോൾ എത്തി. നേരെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. കാക്കിലോ 250. ഇവിടെ വന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു അത്ഭുതമാണ് കേട്ടോ. എത്രമാത്രം പൂക്കളുടെ ഒരു കളക്ഷനാണ് ഇവിടെ എന്നറിയോ. ഒരുപാട് പൂക്കൾ, അതായത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇവിടെ പൂക്കളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നുമാണ് ഇവിടെ പൂക്കൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും അടുത്ത് പല റേറ്റാണ് കേട്ടോ. ഒരേ റേറ്റ് അല്ല പൂക്കൾക്ക് വന്നിട്ടുള്ളത്. യെല്ലോ ജമന്തി പൂ തന്നെ ചിലവരുടെ അടുത്ത് 60 രൂപയാണ് പറയുന്നത്, ചിലവർ 70 രൂപ പറയുന്നുണ്ട്, ചിലവരുടെ അടുത്ത് 80 രൂപയുണ്ട് കേട്ടോ. പൂക്കൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നില്ല. സെയിം പൂക്കൾ, സെയിം കളറും എല്ലാം. പക്ഷേ റേറ്റ് വന്നിട്ട് ഇങ്ങനെ വ്യത്യാസമായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ പൂക്കൾ വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആദ്യം ഈ മാർക്കറ്റ് മുഴുവൻ കറങ്ങി എല്ലാവരുടെ അടുത്തും വിലയൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങിക്കാം. ഞങ്ങളും ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം മൊത്തം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എല്ലാവരുടെയും വിലയൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടുള്ള നടത്തമാണ് കേട്ടോ. ഇപ്പോൾ നല്ല തിരക്കും ആയിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് നടന്ന് എല്ലാവരുടെയും വിലയൊക്കെ ചോദിച്ചറിഞ്ഞ് നല്ല പൂക്കളൊക്കെ നോക്കി വാങ്ങിക്കാനുള്ള ഒരു സന്ദർഭമല്ലായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു ആ സമയത്തും. ഇപ്പോൾ രാവിലെ തുടങ്ങും, 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 8 മണി വരെ അവിടെ, 8 മണിയല്ല 6 മണിക്ക് അങ്ങോട്ട് തുടങ്ങും തോന്നുന്നു. 6 മണിയാണോ രാവിലെ 8 മണിയാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. രാത്രി 8 മണി വരെ കടയുണ്ട്. അത്രയും സമയം അവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. കടയല്ല, മാർക്കറ്റ്. ഇത് 1/2 കിലോ 100, അത് 1/2 കിലോ 100, അല്ല 1 കിലോ 100, 1/2 കിലോ 50, 1 കിലോ 100. ഇത് കാല് വെച്ചിട്ട് മേടിച്ചാൽ കുറേയൊക്കെ അല്ലാണ്ട് ഇത് 100ന്റെ പൂവാണ്. 100. ഇത് 120. ഇതിന്റെ അരിയാനും ഇടാനും വൃത്തി ഉണ്ടാകും.
ഇവിടെ ഒരുപാട് വെറൈറ്റി പൂക്കളുണ്ട് കേട്ടോ. നമ്മുടെ കല്യാണമാലകളിലൊക്കെ കോർത്ത് വരുന്ന അത്തരം പൂക്കളും പിന്നെ ഇലകൾ മീൻസ് തുളസി ഇല, കറുക ഇല പോലെയുള്ള പല മാല കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഇലകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചെണ്ടുമല്ലികളിൽ തന്നെ പല വെറൈറ്റി ചെണ്ടുമല്ലി കളർ, അതായത് ഇപ്പോൾ ഓറഞ്ച് കളർ തന്നെ 2 തരത്തിലുള്ള പൂക്കളായിട്ടുണ്ട്. അതുപോലെ തന്നെ ജമന്തി പൂവ് യെല്ലോ, വൈറ്റ്, പിന്നെ ഒരു ഗ്രേപ്പ് കളർ വരുന്ന, അങ്ങനെ കുറേ ഒരു പൂക്കൾ തന്നെ പല കളറിലും പല വെറൈറ്റിയിലും പല നിറത്തിലും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ കറങ്ങി എല്ലായിടത്തെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് 1/4 കിലോന് ജമന്തിപ്പൂവ് 1/4 കിലോ 60 രൂപയാണ് പറയുന്നത്. 1/4 കിലോയിൽ കുറഞ്ഞ് അവർ കൊടുക്കില്ല കേട്ടോ. ആവശ്യമുണ്ടോ? 30 രൂപ എടുത്തോ. 60 രൂപ. നമ്മളിപ്പോൾ ചെണ്ടുമല്ലി വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ് റേറ്റ്, എല്ലായിടത്തും ഏകദേശം ഒരേപോലെയാണ് ചെണ്ടുമല്ലിയുടെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് കുറേ കേരളീയർ തന്നെ 1-2 ടീം ഇവിടുന്ന് വാങ്ങുന്നത് കണ്ടു. അപ്പം നമ്മൾ ഏതായാലും ഇനി ഇവിടുന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ 1/2 കിലോ വെച്ചിട്ട് നമ്മൾ ചെണ്ടുമല്ലി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോ കിലോ പൂവാണോ എന്നാണ് കേട്ടോ അവരെന്നോട് ചോദിക്കുന്നത്. അതും മലയാളികളാണ്. മുല്ലപ്പൂ അതുപോലെ തന്നെ മുല്ലമൊട്ട് ചിലരുടെ അടുത്ത് 300 റേറ്റ് പറഞ്ഞിട്ടുള്ളത്, ചിലരുടെ അടുത്ത് 250 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുല്ലകൾക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇനി കാഴ്ചയിൽ കേട്ടോ. അപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ നമ്മൾ പൂ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. 100 രൂപയിൽ കുറഞ്ഞ അവർ പൂ തരില്ല. അതന്നെ ചിലവർ 1/4 കിലോയ്ക്ക് താഴെ നമ്മൾ ചോദിക്കുമ്പോൾ തരുന്നില്ല കേട്ടോ. 100 ഗ്രാം തരുമോ എന്നൊക്കെ ചോദിച്ചാൽ തരുന്നില്ല ചിലവർ കേട്ടോ. എല്ലാവരും അങ്ങനെയാണോന്ന് അറിയില്ല. അപ്പം ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് 100 രൂപയ്ക്കാണ് ചോദിച്ചിട്ടുള്ളത്. 100 രൂപയിൽ കുറഞ്ഞിട്ട് അവർ തരില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ 100 രൂപയ്ക്ക് ചോദിച്ചത്. അപ്പോൾ 100 ഗ്രാമാണ് കേട്ടോ അപ്പോൾ അവർ തന്നിട്ടുള്ളത്.
ഈ പൂവ് കെട്ടാനുള്ള നൂലുകളൊക്കെയാണ് കേട്ടോ ഇത്. ഇതിന് ഒരു കെട്ടിന് വന്നിട്ട് 30 രൂപയാണ്. ചെറിയ കെട്ടിന് ഞാൻ ചോദിച്ചപ്പോൾ 30 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ പുറത്തും കച്ചവടമാണ് കേട്ടോ. അതായത് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലും സൈഡിലും എല്ലാം പൂക്കളുടെയും മാലകളുടെയും ഒക്കെ കച്ചവടമാണ്. ആ വാങ്ങിയപ്പോൾ തന്നെ അവിടെ വലിയ കവർ ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ. ഇവിടെ മൊത്തം ഇലകൾ. ഇത് മൈലാഞ്ചിയാണത്. ഇത് മൈലാഞ്ചി, ഇത് കറുക, തുമ്പ നോക്കി പൂവളത്തിൻ്റെ ഇല, പൂവളം. അങ്ങനെ ഞങ്ങൾ പൂവാങ്ങലൊക്കെ കഴിഞ്ഞപ്പം ഒരു ഓട്ടോ വിളിച്ചിട്ട് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു 2 മണിയാവുമ്പോൾ നമുക്ക് ട്രെയിൻ ഉണ്ട്. 11 മണിക്കാണ് കേട്ടോ നമ്മളിവിടെ എത്തിയത്. തിരിച്ച് 2 മണിക്കൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന ട്രെയിൻ ആയതുകൊണ്ട് ട്രെയിനിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങോട്ട് പോകുന്ന ട്രെയിനിലും തിരക്കുണ്ടായിരുന്നില്ല. ഒരു കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ മാത്രമായിരുന്നു കേട്ടോ. അതുപോലെ തിരിച്ച് പോകുമ്പോഴും ട്രെയിനിൽ തിരക്കൊന്നുമില്ല. അപ്പോൾ സുഖമായിട്ട് വന്ന് നമുക്ക് പൂവൊക്കെ വാങ്ങിയിട്ട് പോവാം. 5 മണിയാവുമ്പോഴേക്കും നമ്മൾ കുറ്റിപ്പുറം എത്തി. വേഗം വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി. അപ്പം നമ്മൾ വാങ്ങിയ പൂവൊക്കെ കാണിക്കാൻ കേട്ടോ. നമ്മൾ 200 രൂപേൻ്റെ പൂവാണ് വാങ്ങിയത്. അപ്പോൾ 200 രൂപയുടെ പൂവ് എത്ര ഉണ്ടെന്നൊന്ന് കാണിച്ചു തരേ. അപ്പോൾ നമ്മൾ 200 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള പൂക്കളാണ് കേട്ടോ. അത് ഭയങ്കര ലാഭമാണ് കേട്ടോ. ഈ ചെണ്ടുമല്ലി 40 രൂപയ്ക്ക് വാങ്ങിയ ചെണ്ടുമല്ലിയാണ് ഇത്രയും കൂടുതൽ. ഇതിപ്പോൾ ഈ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ചിട്ടാണ് അവിടെ ഈ റേറ്റ് കേട്ടോ. ഓണത്തിന് മുന്നേ, അതായത് സീസൺ അല്ലാത്ത സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഇതിലും കുറഞ്ഞ റേറ്റിലാണ് അവിടെ പൂ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ പൂക്കളൊക്കെ വാങ്ങണമെങ്കിൽ അവിടേക്ക് വിട്ടാൽ മതി. നല്ല ലാഭത്തിൽ നമുക്ക് പൂ കിട്ടും കേട്ടോ. ഇനി അതിന് പുറമെ എൻ്റെ ഫേവറേറ്റ് ആയ ഒരു പൂ വാങ്ങിയിട്ടുണ്ട്. വിരിഞ്ഞു തുടങ്ങിയില്ലേ നോക്കി. ഞാനിതിവിടെ വന്നിട്ട് കെട്ടാന്ന് കരുതിയിട്ട് മൊട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഓണം പ്രമാണിച്ചിട്ട് അവിടെ തന്നെ നല്ല റേറ്റാണ് കേട്ടോ. ഇപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് 1 കിലോയ്ക്ക് മുട്ടിന് വരുന്നത് 1000 ചില്ലറ രൂപയാണ്. അപ്പോൾ ആ കിലോന് 250, ചില കടകളിൽ 300 ഒക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഒരു 100 രൂപയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. ഇത് കെട്ടി നോക്കിയാൽ നമുക്ക് എത്ര മുളം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഇവിടെ 2 മുളേ കിട്ടുള്ളൂ. ഓണം പ്രമാണിച്ചിട്ട് മുല്ലപ്പൂവിനൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഒരു മുളത്തിന് 50 രൂപയാണ്. ചിലപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ട് 100 രൂപ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100 രൂപയായിരുന്നു. ഒരു മുളത്തിന് 100 രൂപയായിരുന്നു. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ മറ്റന്നാളാണ് മോളെ സ്കൂളിലെ പ്രോഗ്രാം. അപ്പം അന്നേക്ക് പറ്റുമോയെന്ന് അറിയില്ല. ഞാനൊന്ന് കെട്ടി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതെന്തായാലും 100 രൂപയുടെ പൂവല്ലത്. നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ ഈ പൂവുണ്ടാവുക. അപ്പോൾ നമ്മൾ ഏകദേശം പൂവൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ പൂവിൻ്റെ നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് കോർത്തിരിക്കുന്നത്. മുളം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് 2 മുളം, ഇത് വെച്ച് കൂട്ടുകയാണെങ്കിൽ 3, 4, 5. അപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഇതിന്ന് 6 മുളം പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 രൂപേൻ്റെ മുട്ട് വാങ്ങിയപ്പോൾ നമുക്ക് 6 മുളം പൂ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ ഓണത്തിൻ്റെ അല്ലാതെ തന്നെ ഇപ്പോൾ 50 രൂപയാണ് മുളത്തിന്. അപ്പോൾ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 300 രൂപ. 6 മുളം എന്ന് പറയുമ്പോൾ 300 രൂപയുടെ പൂവ്. ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഒന്നും കൂടെ വില കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണത്തിൻ്റെ തലേ ദിവസമൊക്കെ
ഓണത്തിൻ്റെ 2 ദിവസം മുന്നേക്കെ ആയിട്ട് ഒരു മുളം പൂവിന് 100 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് 6 മുളം പൂ കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ലാഭം തന്നെയാണ് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ പൂ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഓണ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.